ഷാഹസ്തു ഹുസൈൻ, ബാദ്ഷാഹസ്തു ഹുസൈൻ, ദീനസ്തു ഹുസൈൻ, ദീൻ പനാസ്തു ഹുസൈൻ, സർദാർ നദാദ് ദസ്ത് ദർദസ്ത് യസീദ് ഹഖാക ബിനാ ലാ ഇലാഹസ്തു ഹുസൈൻ എന്ന് മഹാനായ ഖാജ. സാധാരണ ഒരു ദിവസം അല്ലാഹു തആല പൊരുത്തം കാണിച്ചിട്ട് ഒരാൾ നോമ്പ് നോക്കണം, ഒരു സുന്നത്ത് നോമ്പ്, അതിന്റെ പ്രതിഫലം എന്താ നോക്കാം. ഹദീസിൽ എന്താ പറയുന്നത് നോക്കാം. മുത്തഫഖുൻ അലൈഹി ഹദീസ്. മുത്തഫഖുൻ അലൈഹി ഹദീസ് എന്ന് പറഞ്ഞാല് അത് സ്വഹീഹുൽ ബുഖാരിയിലും വന്നിട്ടുണ്ട്, സ്വഹീഹ് മുസ്ലിമിലും വന്നിട്ടുണ്ട്. ശേഷം വിവരിക്കണം വസ്വിയാമു യൗമി ആശുറ, മുഹറം 10ന്റെ നോമ്പ്, ആശുറയുടെ ദിവസത്തിലുള്ള നോമ്പ്. അഹ്തസിബു അലല്ലാഹി, അല്ലാഹുവിന്റെ മേൽ ഞാൻ കണക്കാക്കുന്നു, അൻ യുകഫിറ സനത, അവൻ പുറത്തു തരവിനെ. ആ കുട്ടിയുമായിട്ട് മൈതാനത്തേക്ക് പോവുക. ആ കുട്ടിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കുട്ടി നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ, കുട്ടിക്കെങ്കിലും വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ശത്രുഭാഗത്തു നിന്നും ക്രൂരമായ ഷമ്മറിന്റെ അമ്പാണ് കുട്ടിയുടെ വായിലേക്ക് പതിച്ചു. വെള്ളത്തിന് പകരം അവർ ആ കുട്ടിയുടെ വായിലേക്ക്, പരിശുദ്ധമായ വായിലേക്ക് അമ്പയിൽ മുലപ്പാല് കുടിക്കുന്ന കുട്ടിയുടെ വായിലേക്ക് അമ്പി ആ കുട്ടി അവിടെ രക്തം പുറത്തേക്ക് വന്ന് ഷഹീദാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا نبينا شفيعنا حبيبنا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه وصل على جميع الأنبياء المرسلين وعلى ملائكة الله وعلى عباد الله الصالحين الحمد لله رب العالمين. എനിക്ക് ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വളരെ ശ്രേഷ്ഠതയുള്ള ഒരു മാസത്തിലാണ് ഇപ്പോൾ നാം നിലകൊള്ളുന്നത്. അല്ലാഹു തആല ഈ പുതുവത്സരത്തിൽ ജീവിക്കാൻ തൗഫീഖ്, ഈമാനോടുകൂടി ജീവിക്കാൻ തൗഫീഖ് നൽകുന്നുണ്ട്. ഞാനിവിടെ ചർച്ച ചെയ്യാൻ വന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവായ ബഹുമാനപ്പെട്ട ഇമാം ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരുടെ കർബലയിലുള്ള ഷഹാദത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഹുസൈൻ എന്നിൽ നിന്നാണ്, ഞാൻ ഹുസൈനിൽ നിന്ന്. അത്രക്കും വലിയ സ്നേഹത്തിന്റെ വാക്കുകളാണ് അല്ലാഹുവിന്റെ റസൂൽ അവരുടെ പേരക്കുട്ടികളായ, അതായത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും മഹദിയായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര മകളായ ഫാത്തിമത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയുടെയും പുന്നാര മക്കളായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ റസൂല് വളരെയധികം സന്തോഷകരമായ ഔന്നിത്യമുള്ള വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ അത്രയധികം അവരെ സ്നേഹിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂല് അവർ ആ വിധത്തില് ഓമനിച്ച് അവരുടെ കൂടെയാക്കി അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുപോയിരുന്നു. അവരുടെ കളിയിലും അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും അല്ലാഹുവിന്റെ റസൂല് ആനന്ദിക്കുമായിരുന്നു. അവരുടെ വിഷയത്തിൽ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ വളരെയധികം ശുക്ർ ചെയ്യുന്നവരായിരുന്നു. അവരുടെ കാര്യങ്ങൾ വളരെയധികം സന്തോഷത്തോടെയും ആവേശത്തോടെയും പറയുന്നവരായിരുന്നു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനു മുന്നേ ആയി ഈ മുഹറം മാസത്തിലെ ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ ഉണർത്തിക്കൊണ്ട് അങ്ങോട്ട് പോകാം. അതായത് ആശൂറയുടെ നോമ്പ്, മുഹറം 10 നോമ്പ് വളരെ ശ്രേഷ്ഠതയുള്ളത്. അതൊരു വർഷത്തെ പാപങ്ങൾ പോക്കിക്കളയുമെന്നാണ് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി ആയിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുഹറം 10 നോമ്പ് മാത്രമായിട്ട് നോക്കരുത്. ജൂതന്മാരിൽ നിന്നും വ്യത്യസ്തമാവാൻ വേണ്ടി, സദൃശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് മുഹറം 10 നോമ്പ് നോക്കുമ്പോൾ ഒന്നുകിൽ താസുആന്റെ നോമ്പ് നോക്കണം, അതായത് മുഹറം 9 നോമ്പ് നോക്കണം, മുഹറം 10 നോമ്പ് നോക്കണം.
അതല്ലെങ്കിൽ മുഹറം 10-നും മുഹറം 11-നും നോമ്പ് നോക്കണം. അതായത് ജൂതന്മാര് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ് ബനു ഇസ്രായേലിലെ ഫിറഔനിന്റെ ആ മർദ്ദനത്തിൽ നിന്നും ഷെറിൽ നിന്നും രക്ഷപ്പെടുത്തിയത്, അള്ളാഹു ഇതിനു പ്രകാരം രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവരുടെ ജനതയെയും ഫിറഔനിന്റെ ഷെറിൽ നിന്നും രക്ഷപ്പെടുത്തി ഫിറഔനിനെ നൈൽ നദിയിൽ മുക്കിക്കൊന്നതിന്റെ സന്തോഷത്തിലായി മുഹറം 10-ന് ജൂതന്മാര് ആ ഒരു ദിവസം നോമ്പ് നോക്കിയിരുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞങ്ങളാണ് അതിന് കൂടുതൽ അറിയുന്നത്, മൂസാ നബിയുമായി കൂടുതൽ ബന്ധവും കൂടുതൽ അടുപ്പവും ഞങ്ങൾക്കാണുള്ളത്, ഞങ്ങളും അതിൽ സന്തോഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ മുത്തുനബി ആശുറായിന് നോമ്പ് നോക്കും. എന്നിട്ട് പറഞ്ഞു, അടുത്ത കൊല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ താസുവായിന് നോമ്പ് നോക്കും എന്ന് പറഞ്ഞു. മുത്തുനബി അതിനു മുന്നേ വഫാത്ത് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉന്നതമായ പദവിയിലേക്ക് മുത്തുനബി എത്തി. സഹോദരന്മാരെ, അതുകൊണ്ട് താസു ആശൂറ, മുഹറം 9, മുഹറം 10, മുഹറം 11 ഈ 3 ദിവസങ്ങളിൽ നോമ്പ് നോക്കാം. ഏതെങ്കിലും 2 ദിവസത്തിലെങ്കിലും നോമ്പ് നോക്കൽ വളരെ ഉത്തമമാണ്. ആശുറയുടെ നോമ്പിന് വളരെയധികം പ്രാധാന്യമാണ്. സ്വഹീഹ് മുസ്ലിമിൽ സ്വഹീഹായ ഹദീസ് ഇവിടെ വിവരിക്കാം. സ്വഹീഹ് മുസ്ലിമിന് വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിയാമു യൗമി അറഫത അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹു വസ്സനത അല്ലതി ബഅദഹു വസിയാമു യൗമി ആശൂറ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹു. അതായത് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അറഫയുടെ ദിനത്തിലുള്ള നോമ്പ് അള്ളാഹുവിന്റെ മേൽ ഞാൻ കണക്കാക്കുന്നു, അതായത് അള്ളാഹു എനിക്ക് നൽകുമെന്ന് ഞാൻ കണക്കാക്കുന്നു, അള്ളാഹു നൽകുമെന്ന് കണക്കാക്കുന്നു. അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹു, ആ നോമ്പിന്റെ മുന്നേ ഉള്ള വർഷത്തെ പാപങ്ങളെല്ലാം മായ്ക്കപ്പെടുമെന്ന്. വസനത്തിലെത്തി ബഅദഹു, ആ നോമ്പിന് ശേഷമുള്ള വർഷത്തെയും പാപങ്ങളെല്ലാം മായ്ക്കപ്പെടുമെന്ന്. കഴിഞ്ഞു പോയ വർഷത്തിലെ പാപവും വരാൻ പോകുന്ന വർഷത്തിലെ പാപങ്ങളും അള്ളാഹു തആല പുറത്തു തരുമെന്ന് അള്ളാഹുവിന്റെ മേൽ ഞാൻ കണക്കാക്കുന്നു, ഞാൻ ഉറപ്പിക്കുന്നു എന്ന് മുത്തുനബി പറഞ്ഞു. അത് അറഫയുടെ നോമ്പിനെ സംബന്ധിച്ച്. ശേഷം വിവരിക്കുകയാണ്, ഇത് സ്വഹീഹായ ഹദീസാണ്. ശേഷം വിവരിക്കണം, മുഹറം 10-ന്റെ നോമ്പ്, ആശുറയുടെ ദിവസത്തിലുള്ള നോമ്പ്, അഹ്തസിബു അലല്ലാഹി, അള്ളാഹുവിന്റെ മേൽ ഞാൻ കണക്കാക്കുന്നു, അൻ യുകഫിറ സനത, അവൻ പുറത്തു തരവിനെ, അതായത് അസ്സനത്തല്ലതി ഖബ്ലഹു, ആ വർഷത്തെ അതിനു മുന്നേയുള്ള ആ വർഷത്തിലുള്ളതെല്ലാം പാപങ്ങളെല്ലാം പുറത്തു തരും, അള്ളാഹു പുറത്തു തരുമെന്ന് ഞാൻ കണക്കാക്കുന്നു. അള്ളാഹു തആല മായ്ച്ചു കളയുമെന്ന് ഞാൻ കണക്കാക്കുന്നു. അപ്പോ അത്രക്കുറ്റമായ നോമ്പാണ്. ആ നോമ്പ് അള്ളാഹു തആലയുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് മുഹറം 10-ന് ഒരാൾ നോമ്പ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞു പോയ വർഷത്തെ എല്ലാ പാപങ്ങളും അതായത് ചെറുപാപങ്ങളെല്ലാം അള്ളാഹു തആല പുറത്തു തരും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ള എല്ലാ സുന്നത്ത് നോമ്പുകളെക്കാൾ കൂടുതൽ പ്രാധാന്യത്തോട് കൂടിയിട്ടായിരുന്നു ആ നോമ്പ് നോറ്റത് എന്ന ഹദീസിൽ കാണാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, നിവേദനം ചെയ്യപ്പെടുന്നു, ഖാൽ, മഹാനവർ പറഞ്ഞു, മാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യതഹറ സിയാമ യൗമിൻ ഫളലഹു അലാ ഗൈരിഹി ഇലാ ഹാദൽ യൗം. അങ്ങേയറ്റത്തെ താല്പര്യത്തോടുകൂടെ മറ്റുള്ളവരെക്കാൾ പ്രാധാന്യം നൽകിക്കൊണ്ട്, മറ്റുള്ള എല്ലാ നോമ്പുകളെക്കാൾ പ്രാധാന്യം നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ദിവസം നോമ്പ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഇന്ന ദിവസം ഒഴികെ, അതായത് ആശുറയുടെ ദിവസം ഒഴികെ. മനസ്സിലാവും? അത്രയധികം താല്പര്യത്തോടു കൂടെ മറ്റുള്ള ദിവസങ്ങളിലെ എല്ലാ നോമ്പിനേക്കാൾ കൂടുതൽ താല്പര്യത്തോടു കൂടെ ഈ ആശുറയുടെ ദിവസത്തെ നോമ്പല്ലാതെ മറ്റൊന്നും എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അത്ര താല്പര്യത്തോടെ റസൂലുള്ള എടുത്തിരുന്നു. ഹദീസിന്റെ ബാക്കി പറയാണ്, റമദാൻ, അപ്രകാരം തന്നെ ഇന്ന മാസത്തെ
അതായത് ഷഹ്റു റമദാൻ മാസത്തെ. അതായത് അവിടെ പറയുന്നത് എന്താണ്? മറ്റുള്ള എല്ലാ മാസങ്ങളിൽ നോമ്പ് നോക്കുന്നതിനേക്കാൾ താല്പര്യത്തോട് കൂടിയിട്ട് ഇന്ന മാസത്തിൽ നോമ്പ് നോക്കുന്നത് ആയിട്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അതായത് റമദാൻ മാസത്തിലല്ലാതെ നോമ്പ് നോക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ ഫർദ് നോമ്പിന് മറ്റുള്ള മാസങ്ങളെ നോക്കാണ് എല്ലാ മാസങ്ങളെക്കാൾ കൂടുതലായിട്ട് മുഴുവനായിട്ട് നോമ്പ് നോക്കുന്നത്, വളരെ താല്പര്യത്തോടെ നോമ്പ് നോക്കുന്നത് റമദാൻ മാസത്തിൽ ആയിട്ടാ റസൂലുള്ളാഹിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്രകാരം തന്നെ മറ്റു എല്ലാ ദിവസങ്ങളിലും നോമ്പ് നോക്കുന്നതിനേക്കാൾ താല്പര്യത്തോടു കൂടി ആശുറായിന്റെ അന്ന് നോമ്പ് നോക്കുന്നത് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. മനസ്സിലാവും. അപ്പൊ അത്രയ്ക്കും പ്രാധാന്യമായിട്ട് മുത്തനബി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നോമ്പ് എടുക്കാൻ പരിശ്രമിക്കണം. അല്ലാതെ തൗഫീഖ് നൽകട്ടെ. എന്നാൽ ഈ ആശുറായിന്റെ നോമ്പിന് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, ഒരു സുന്നത്ത് നോമ്പ് നോക്കുമ്പോഴുള്ള പ്രതിഫലം എന്തോ ഉള്ളത്, ആ പ്രതിഫലമൊക്കെ കിട്ടുന്നതോട് കൂടിയാണ്, അതിന് പുറമെയാണ് കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. അതായത് സാധാരണ സുന്നത്ത് നോമ്പ് നോട്ട് എന്താ പ്രതിഫലം? അതുകൂടി ഒന്ന് അറിയണമല്ലോ. സുന്നത്ത് നോമ്പ് നോട്ടാൽ എന്താ പ്രതിഫലം? സുന്നത്ത് നോമ്പ് നോട്ട് നമ്മൾ ഓരോ പ്രതിഫലങ്ങൾ ഇപ്പൊ ഇതേപോലെ പലത് നോമ്പിനാണ് പറയാറുണ്ട്. സാധാരണ ഒരു ദിവസം അല്ലാഹു തആല പൊരുത്തം കാണിച്ചിട്ട് ഒരാൾ നോമ്പ് നോക്കണം, ഒരു സുന്നത്ത് നോമ്പ്, അതിന്റെ പ്രതിഫലം എന്താ നോക്കാം. ഹദീസിൽ എന്താ പറയുന്നത് നോക്കാം. മുത്തഫഖുൻ അലൈഹി ഹദീസ്. മുത്തഫഖുൻ അലൈഹി ഹദീസ് എന്ന് പറഞ്ഞാൽ അത് സ്വഹീഹുൽ ബുഖാരിയിലും വന്നിട്ടുണ്ട്, സ്വഹീഹ് മുസ്ലിമിലും വന്നിട്ടുണ്ട്. രണ്ട് മഹാന്മാരും ഐക്യകണ്ഠേന റിപ്പോർട്ട് ചെയ്ത രണ്ട് മഹാന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നോക്കാം. അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യപ്പെടുന്നു. ഖാൽ മഹാനവറുകൾ പറഞ്ഞു, സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. മൻ സ്വമ യൗമൻ ഫീ സബീലില്ലാഹ് വഅഖദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഹരീഫ. എന്താണ് മൻ സ്വമ യൗമൻ ഫീ സബീലില്ലാഹി? അല്ലാഹുവിന്റെ വഴിയിലായി കൊണ്ട് ഒരു ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ വഅഖദല്ലാഹു വജ്ഹഹു അനിൻ നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരത്താക്കും, വിദൂരത്താക്കും, വജ്ഹഹു അവന്റെ മുഖത്തെ അനിന്നാരി നരകത്തെ തൊട്ട്, തീയിനെ തൊട്ട് 70 ഹരീഫ 70 വർഷത്തോളം, 70 വർഷത്തെ വഴിദൂരത്തിലാക്കി മാറ്റും അല്ലാഹു തആല നരകത്തെ തൊട്ട് ഈ നോമ്പ് നോറ്റ ആളുടെ മുഖത്തെ. ആലോചിച്ചു. അതിൽ ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ബഅദല്ലാഹു എന്നുള്ള ലഫ്ളോട് കൂടി വന്നിട്ടുള്ളത്. എന്നാൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി സ്വഹീഹ് തന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബഅദല്ലാഹു ബിഹു എന്നുള്ളതിന് പകരം ബഅദല്ലാഹു ബിഹു എന്നുള്ള ലഫ്ളാണ് അതിലുള്ളത് എന്ന് മാത്രം. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടിന്റെ അർത്ഥം തന്നെയാണ്. ബഅദായാലും വിദൂരമാക്കും എന്നുള്ള അർത്ഥമാണ്, ചെറിയൊരു വ്യത്യാസത്തോട് കൂടിയിട്ട്. അപ്പോ സാധാരണ സുന്നത്ത് നോമ്പ് തള്ളിക്കളയണ്ട. ഒരു സുന്നത്ത് നോമ്പ് നോറ്റാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനെ അല്ലാഹു തആല നരകത്തെ തൊട്ട് 70 വർഷത്തെ വഴിദൂരത്തിലേക്ക് ഇവരുടെ മുഖത്തേക്കുന്നത്. അപ്പൊ അങ്ങനെ സുന്നത്ത് നോമ്പ് വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് വിദൂരാവണം, അല്ലെ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകൾ നോക്കാൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നോമ്പ് നോക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനികളെ, മഹാനായ സയ്യിദുന ഷഹീദ് ഇമാം ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ സംബന്ധിച്ച് പലരും ഈ വിഷയത്തിൽ കർബല യുദ്ധത്തെ സംബന്ധിച്ച് ശരിയാൻ പണ്ടത്തിൽ അറിയാത്തത് കാരണത്താൽ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ സംബന്ധിച്ച് ശരിയായ അള്ളാഹുവിന്റെ റസൂല് അവരെ സംബന്ധിച്ച് എങ്ങനെയാണോ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ആ വിധത്തിൽ മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്. ഒരു ഭരണകൂടത്തിന് എതിരായിക്കൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയവരാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു എന്നുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബിദ്അഈ പ്രസ്ഥാനക്കാർ വരെയുണ്ട്. ഒന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത്, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു, മഹാനായ
മഹദിയായ സയ്യിദത്തുന ഫാത്തിമത്തു റളിയല്ലാഹു തആല അൻഹ, അതുപോലെ തന്നെ അവരുടെ പുന്നാര മക്കളായ റസൂലുള്ളാഹിയുടെ പേരക്കുട്ടികളായ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു കമ്പിളിൽ ഒരു പുതപ്പിൽ അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹാദാ അഹ്ലു ബൈത്തി, ഇത് എന്റെ അഹ്ലു ബൈത്ത്. അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അഹ്ലു ബൈത്തി കസഫീനത്തിനു, അഹ്ലു ബൈത്ത്, എന്റെ അഹ്ലു ബൈത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ പോലെ. ആരതിൽ കയറി അവൻ രക്ഷപ്പെട്ടു. ഈ അള്ളാന്റെ റസൂലിന്റെ ഹദീസിനെ മുകളിലേക്ക് എടുത്തിട്ടായിരിക്കണം ഹുസൈൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് സംസാരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് സംസാരിക്കേണ്ടത് എന്നാണ് ആദ്യമായി ഈ വിനീതന് പറയാറ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അത്രയധികം സ്നേഹിച്ചിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി. രണ്ട് ഷഹാദത്താണ്. ഇവിടെ കർബലയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടത്? ആരാണ് യസീദ്? മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു അവരുടെ ഭരണ ശേഷം തന്റെ ഖലീഫയായി, തന്റെ പ്രതിനിധിയായിട്ട് യസീദിനെ നിയമിക്കുകയായിരുന്നു. യസീദിനെ ഇമാമായി നിയമിക്കുകയായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പോലെയുള്ള ആ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളോ മറ്റോ യസീദിനുണ്ടായിരുന്നില്ല. യസീദ് സഹാബിയല്ല. യസീദിന്റെ സ്വഭാവവും അവന്റെ മറ്റു കാര്യങ്ങളും എല്ലാവർക്കും സൂര്യപ്രകാശം പോലെ അറിയുന്നതാണ്. അവൻ എന്താണ് ചെയ്യുക എന്നും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ യസീദ് ഭരണത്തിൽ വന്നപ്പോൾ സഹാബാക്കൾ, മദീനയിൽ ഉണ്ടായിരുന്ന പ്രമുഖരായ പ്രധാനികളായ സഹാബാക്കൾ പലരും അതിനെ അംഗീകരിച്ചില്ല. മുഖ്യമായിട്ടുള്ള ആളുകളും അതിനെ അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. യസീദിന്റെ കാഠിന്യമായിട്ടുള്ള കാഠിന്യവും മോശവുമായിട്ടുള്ള പെരുമാറ്റ രീതികളും മറ്റ് കർക്കശ സ്വഭാവവും കാരണമായിട്ടാണ് ഈ സഹാബിമാരെല്ലാം എന്തായത്, യസീദിനെ അംഗീകരിക്കാതിരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഹുസൈൻ റളിയല്ലാഹു മാത്രമല്ല അതിൽ നിന്ന് പിന്തിരിഞ്ഞത്. മദീനയിലുള്ള പ്രമുഖരായ സഹാബികളെല്ലാം അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രധാനികളായ സഹാബിമാരെല്ലാം ഈ യസീദിന്റെ ഈ മോശമായ സ്വഭാവം കാരണത്താൽ അവനെ അനുസരിക്കുന്നതിനെ തൊട്ട് പിന്തിരികയും യസീദിന്റെ ഭരണം വേണ്ടെന്ന് തുറന്നു പറഞ്ഞവരുമായിരുന്നു അവരെല്ലാം. അങ്ങനെ മദീനയിലുള്ള പ്രമുഖരായ പല സഹാബിമാരും തന്നെ അംഗീകരിക്കുന്നില്ല, തന്നോട് ബൈഅത്ത് ചെയ്യാൻ തയ്യാറല്ല, തന്നെ ഖലീഫയായിക്കൊണ്ട് ഈ മുസ്ലിമീങ്ങളുടെ നേതാവായ അമീറുൽ മുഅ്മിനീൻ ആയിക്കൊണ്ട്, വിശ്വാസികളുടെ നേതാവായിക്കൊണ്ട് കരാറ് ചെയ്യാൻ, പ്രതിജ്ഞ ചെയ്യാൻ തയ്യാറില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ യസീദ് എന്ത് ചെയ്തു? ഗവർണർക്ക് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. കൽപ്പനയിൽ മദീനയിൽ തന്നെ അംഗീകരിക്കാത്ത ആരൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും തന്നെ കൊണ്ട് അംഗീകരിപ്പിച്ച് ബൈഅത്ത് ചെയ്യിപ്പിക്കണം എന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. ഇതറിഞ്ഞപ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാര് ആദ്യേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മക്കയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇതറിഞ്ഞപ്പോ പലരും മക്കയിലേക്ക് പുറപ്പെട്ടു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം മക്കയിലേക്ക് പുറപ്പെട്ടതിനു ശേഷം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അവർ പിന്നീട് കഅബത്തിൽ തവാഫ് ചെയ്തുകൊണ്ടും പകലിലൊക്കെ തവാഫിലായിക്കൊണ്ടും പിന്നീട് അവിടെ ഇബാദത്തിലായിക്കൊണ്ട് അങ്ങനെ കൊഴിച്ചു കൂട്ടി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു
അവിടെ മക്കയിലെ വന്നപ്പോൾ ജനങ്ങളെല്ലാം അവരുടെ അടുക്കലേക്ക് വരാൻ തുടങ്ങി, ഇൽമു കരസ്ഥമാക്കാൻ തുടങ്ങി. കാരണം എന്താണ്? മഹാനായ മൗല അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇൽമു കരസ്ഥമാക്കിയ, മുത്തുനബിയുടെ താലോലമേറ്റു വളർന്ന, അവരിൽ നിന്നും സിർറ് കരസ്ഥമാക്കിയ ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് വന്നിട്ടുള്ളത്. എല്ലാവരും ഇൽമു കരസ്ഥമാക്കാൻ, മഅരിഫത്ത് കരസ്ഥമാക്കാനായിട്ട് അവരുമായി ബന്ധപ്പെടുകയും അവരോട് സാഹസിക്കുകയും തുടങ്ങി. അവരുടെ ചുറ്റും ഒരുമിച്ച് കൂടാൻ തുടങ്ങി. അങ്ങനെ നല്ല ദിവസങ്ങൾ കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഇടക്കൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യസീദിന്റെ, അവിടെ യസീദ് കൂഫയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഹുസൈൻ റളിയല്ലാഹു അൻഹു അടുക്കലെത്തുന്നത്. കൂഫയിൽ യസീദ് തന്റെ കാഠിന്യവും കർക്കശ സ്വഭാവവും മോശമായ പെരുമാറ്റവും കൊണ്ട് ജനങ്ങളോട് അഭിമുഖീകരിച്ചപ്പോൾ ജനങ്ങൾക്ക് അത് വല്ലാത്ത വിഷമായി, വല്ലാത്ത പ്രശ്നമായി. ആ സന്ദർഭത്തിൽ ജനങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്ക് യഥാർത്ഥത്തിൽ നല്ലത് അഹ്ലുബൈത്തിലുള്ള മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടി ജീവിച്ചിട്ടുണ്ടല്ലോ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, നമുക്ക് അവരെങ്ങ് വരുത്തിയാലോ? നമ്മൾ ഈ യസീദിൽ നിന്നും പിന്തിരിഞ്ഞിട്ട് അവർക്ക് ബൈഅത്ത് ചെയ്തിട്ട് അവരെ നമ്മൾ നേതാവാക്കിയല്ലോ കൂഫയിൽ എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവര് കത്തെഴുതാൻ തുടങ്ങി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതാൻ തുടങ്ങി. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അതൊക്കെ അവിടെ വെച്ചു, തീരുമാനം എടുത്തില്ല. കാരണം അതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. കത്തുകൾ വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി. ഏകദേശം 150ഓളം കത്തുകൾ എത്തി. അവസാനം അവര് പറഞ്ഞു, ഇനി ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇനി മഹാനവറുകളെ നിങ്ങൾ ഞങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാനും ഞങ്ങളെ നിയന്ത്രിക്കുവാനും നിങ്ങൾ ഇനി വന്നിട്ടില്ല എങ്കിൽ നാളെ മഹ്ശറയിൽ നിങ്ങൾ ഉപ്പാപ്പയോട് ഞങ്ങൾ പരാതി പറയും എന്ന് അവർ പറഞ്ഞപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു മനസ്സ് പിടപെടിച്ചു. മഹാനവറുകളെ കൊന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഞാനിന്ന് ഉത്തരം പറയുമെന്നുള്ളതായി മുഅ്മിനീങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. വിശ്വാസികൾ ഇങ്ങോട്ട് ആവശ്യപ്പെടാണ്. ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട്, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് യസീദ് പ്രവർത്തിക്കുമ്പോൾ, അവന് കീഴിലായിക്കൊണ്ട് മുന്നോട്ട് പോകൽ വളരെ പ്രയാസമാകുമ്പോൾ, ഈ നിലക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ ദീനിന്റെ, ഈ പരിശുദ്ധ ദീനിന്റെ അടയാളങ്ങൾ മാത്രമല്ല അതിന്റെ അടിത്തറ തന്നെ ഇളകി മാറാൻ, ദീനുൽ ഇസ്ലാം ഈ ലോകത്തിൽ നിന്ന് തന്നെ പിന്നീട് ഈ ഒരു അവസ്ഥയിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടു പോകുമോ എന്ന് പോലും ഭയപ്പെടുന്ന അവസ്ഥ സംജാതമായപ്പോൾ ആ ജനങ്ങളുടെ ആ വിളിക്ക് ഉത്തരം ചെയ്യാതിരിക്കൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വളരെയധികം പ്രയാസമാണ്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ്. അതിനു മുന്നേ ആയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവർക്ക് അങ്ങൊരു കത്തെഴുതി. അവർക്ക് അങ്ങോട്ടൊരു കത്തെഴുതി, ഞാൻ അങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങൾ ആദ്യം യസീദിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിന്നും അമീർ എന്ന സ്ഥലത്ത് നിന്നും പുറത്താക്കണം. അങ്ങനെ യസീദിനെ നിങ്ങൾ അവിടെ നിന്നും പുറത്താക്കുകയാണെങ്കിൽ, അവരിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ, അവരെ നിങ്ങളിൽ നിന്നും പുറത്താക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാണ്. അല്ല, യസീദ് അവിടെ ഭരിക്കുന്ന ആ സന്ദർഭത്തിൽ ഞാൻ അങ്ങോട്ട് വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഏതായാലും അവര് അതിനൊക്കെ തയ്യാറായി. അങ്ങനെ ഇരിക്കുമ്പോൾ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിട്ടും എന്താ ചെയ്തത്? ആദ്യം അങ്ങനെയുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടോ? യസീദിന്റെ ബൈഅത്തിലായിക്കൊണ്ട് അവർ യസീദിനെ ബൈഅത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവരുടെ ഒരു നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല. കാരണം അതാണ് വിപ്ലവം, അത് ശരിയല്ല. ഒരു ഭരണാധികാരിയുടെ ബൈഅത്തിലായിരിക്കുമ്പോൾ അവിടെ പോയി അവർക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അത് വിപ്ലവം ഉണ്ടാക്കലാണ്, പ്രശ്നം ഉണ്ടാക്കലാണ്. കാരണം അവർ ഒരു ഭരണാധികാരിയുടെ കീഴിലാണ്, അവിടെ പോകാൻ പാടില്ല. അപ്പം അവര് അങ്ങനെയാണോ അതല്ല ആ ഭരണാധികാരിയുമായി ബൈഅത്ത് ചെയ്യാതെ നമ്മെ കാത്തിരിക്കുകയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു തന്റെ പിതൃപുത്രനായ മഹാനായ അഖീൽ റളിയല്ലാഹു തആല അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞയക്കുക ചെയ്തു. മുസ്ലിം ഇബ്നു അഖീൽ, അതായത് അഖീൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി
അത് ഹുസൈൻ റളിയല്ലാഹു പിതൃപുത്രനാണ്. അങ്ങനെ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കാണ്. മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവോട് പറഞ്ഞു, മുസ്ലിം ഇബ്നു അഖീൽ, നിങ്ങൾ അവിടെ പോയിട്ട് അവരോട് സംവദിക്കുക. അവിടെയുള്ള ജനങ്ങളോട് സംവദിച്ച് അവർ യസീദിന് ബൈഅത്ത് ചെയ്യാതിരിക്കുകയും എന്റെ പ്രതിനിധിയായിക്കൊണ്ട് നിങ്ങളെ കൈക്ക് അവർ ബൈഅത്ത് ചെയ്യാൻ ആവുകയും പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കാമെന്ന് ഉറപ്പുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക, അപ്പോൾ ഞാൻ എന്ന് പറയും. അതല്ലാതെ കണ്ട് ഒരു ഖലീഫയുടെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ കീഴിൽ അവരുടെ കീഴിലായിക്കൊണ്ട് ബൈഅത്ത് ചെയ്ത് നിൽക്കുന്ന ഒരു സമൂഹത്തിലേക്കല്ല ഹുസൈൻ റളിയല്ലാഹു അൻഹു പോയത്. മറിച്ച് അവരുടെ ഭരണം അംഗീകരിക്കാതെ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് നിൽക്കുന്ന ഒരു ജനതയിലേക്ക്. അങ്ങനെ ഏതായാലും മുസ്ലിം ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അവിടെ എത്തി. അവിടുത്തെ പ്രമുഖരുമായി സംസാരിച്ചു. അവർക്ക് മനസ്സിലായി എല്ലാവരും ഹുസൈൻ റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ്. യസീദുമായി ബൈഅത്ത് ചെയ്യാൻ അവർ തയ്യാറല്ല. യസീദുമായിട്ടുള്ള ആ ഒരു അവരുടെ കീഴിലായിട്ട് നീങ്ങാൻ അവൻ തയ്യാറല്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു വരികയാണെങ്കിൽ അവരുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ തയ്യാറായിട്ട് അവർ നിൽക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുമായി ബൈഅത്ത് ചെയ്യാൻ അവർ തയ്യാറാണ് എന്ന് മനസ്സിലായപ്പോൾ, സാഹചര്യക്ക് അനുകൂലമാണെന്ന് ഉറപ്പായപ്പോൾ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഹുസൈൻ റളിയല്ലാഹു അൻഹു കത്തെഴുതി. മനസ്സിലാവുക, ഇത് ഹുസൈൻ റളിയല്ലാഹു അൻഹു എത്തിക്കണമെന്ന് പറഞ്ഞ് ഒരു ദൂതന്റെ അടുക്കൽ കൊടുത്തയച്ചു. അതിലെഴുതിയിരിക്കുന്നത് എന്താണ്? ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോരാം, എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് ധൈര്യമായി വരാം എന്ന് പറഞ്ഞ് കത്തയച്ച് ആളുകൾ. ഈ കത്തുമായിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ മുസ്ലിം അഖീൽ റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു ദൂതൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എത്തിയപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ തയ്യാറാവുകയാണ്. ഇതാണ് പോവേണ്ട പശ്ചാത്തലം. അതായത് പോവേണ്ട പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഒരു മത നേതൃത്വമില്ലാതെ, ആത്മീയമായിട്ടുള്ള ഒരു നേതൃത്വത്തിന്റെ ഒരു സാന്നിധ്യമില്ലാതെ, മത നേതൃത്വമില്ലാതെ സമുദായം വഴിതെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പോകുന്നത്. മത നേതൃത്വമില്ലാതെ സമുദായം, ഒരു സംഘം ആളുകളുടെ വലിയൊരു സമൂഹം തന്നെ വഴിതെറ്റുമോ എന്നുള്ള ഒരു വിഷമം അദ്ദേഹത്തെ അലട്ടി. അവരുടെ വാക്കുകൾ അലട്ടി. മുസ്ലിംകളുടെ മുന്നിൽ അവർ പരാതി പറയുന്ന വാക്കുകൾ അലട്ടി. അങ്ങനെയാണ് മഹാനവറുകൾ പോവാൻ തയ്യാറാവുന്നത്. പോവാൻ തയ്യാറായപ്പോൾ കൂഫക്കാരുടെ, ഇറാഖുകാരുടെ സ്വഭാവം മനസ്സിലാക്കിയ പല സഹാബാക്കളും ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പോവാതിരിക്കാൻ നല്ലത്. അവര് പലപ്പോഴും വാക്ക് പാലിക്കില്ല കേട്ടോ. നിങ്ങളുടെ കൂടെ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ശത്രുപക്ഷത്തിന്റെ ഭീഷണിക്ക് വഴിപ്പെട്ട് ചിലപ്പോൾ അവരുടെ കൂടെ ആവാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അവൾ ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ എന്നുള്ള നിലക്ക് പല വിധത്തിലും പലരും പറഞ്ഞു നോക്കി. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് അലട്ടിയത്. ഒന്ന്, മുത്തുനബിയുടെ മുന്നിലുള്ള എങ്ങനെ ഉത്തരം പറയും. രണ്ടാമത്തത്, ഒരു ജനത മൊത്തം ഒന്നടങ്കം അവരെ ക്ഷണിക്കുകയാണ്. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുന്നില് ഇസ്ലാമിന്റെ ശരീഅത്ത് നശിപ്പിക്കപ്പെട്ടു പോവുകയാണ്. ഈ നിലക്ക് ഈ സമുദായത്തെ അല്ലെങ്കിൽ ഈ സമൂഹത്തെ യസീദിനോട് ബൈഅത്ത് ചെയ്യാൻ തന്നെ പറഞ്ഞ് യസീദിനെ നിങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ, കുറച്ചു കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് കാണിച്ചു തന്ന മതത്തിന്റെ പല ശിയാറുകളും ഇല്ലാതായിട്ട് മാറും. അപ്പൊ ദീനിനെ സംരക്ഷിക്കേണ്ടത് നിർബന്ധ അവസ്ഥയാണ്. അതിനുള്ള പ്രൂഫുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു അടുക്കലുണ്ട്. ആ കത്തുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു അടുക്കലുണ്ട്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞ, ഞാൻ ചുരുക്കി പറയാണ്, ഇവരെല്ലാം പറഞ്ഞെങ്കിലും അതൊന്നും ചെവികൊള്ളാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി തന്റെ കുടുംബക്കാരെ കൂട്ടിയിട്ട് ഇങ്ങനെ യാത്രയാവുകയാണ്. എന്നാൽ അവിടുത്തെ രംഗം പിന്നീട് മാറ്റിമറിക്കപ്പെടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന യസീദിന്റെ ആദ്യത്തെ ഗവർണർ ബഷീർ, അവര് കുറെ സൗമ്യമായി പെരുമാറുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ
മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹുവിന്റെ കൈക്ക് മറ്റുള്ള ആളുകളെല്ലാം ബൈഅത്ത് ചെയ്യുന്നതുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ മഹാനവറുകള്, അതായത് ഈ പറഞ്ഞ അവിടെ ഉണ്ടായിരുന്ന യസീദിന്റെ ഗവർണർ അവരോട് സൗമ്യമായി പെരുമാറുകയും അവരെ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ യസീദിന്റെ വളരെ അടുത്ത ആളുകൾക്ക് ഇത് തീരെ പറ്റാതായി. കാരണം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മൊത്തം യസീദിന്റെ കയ്യിൽ നിന്ന് പോവാൻ സാധ്യതയുണ്ട്. ഉടനെ അവർ എന്ത് ചെയ്തു? യസീദിനെ സമീപിച്ചു, യസീദിന് കത്തെഴുതി, എങ്ങനെയെങ്കിലും നിങ്ങൾ ഇവിടുത്തെ ഈ ഗവർണറെ മാറ്റിയിട്ട് മറ്റൊരു ഗവർണറെ നിങ്ങൾ നിശ്ചയിക്കണം. കാരണം ഈ ഗവർണർ പോരാ, ഈ ഗവർണറിന് പ്രതിരോധിക്കാനുള്ള ഒരു ചങ്കൂറ്റില്ല, സൗമ്യനാണ്. അങ്ങനത്തെ സൗമ്യനായ ഒരു ഗവർണർ അവിടെ വെച്ചേക്കാണെങ്കിൽ പിന്നീട് ഇവിടുത്തെ അവസ്ഥകളൊക്കെ വളരെയധികം നിങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു ദുരവസ്ഥയായി മാറും എന്നവര് യസീദിനെ അറിയിക്കുന്നു. ഇതറിഞ്ഞ യസീദ് എത്രയും പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പ് സ്വീകരിക്കുക ചെയ്തത്. എത്രയും പെട്ടെന്ന് തന്നെ അവിടുത്തെ ഉള്ള ഗവർണറെ നീക്കം ചെയ്തു. എന്നിട്ട് ഇബ്നു സിയാദ് എന്ന കഠിന ഹൃദയനെ അവിടെ ഗവർണറായി നിശ്ചയിച്ചു. ഇബ്നു സിയാദിന്റെ കൽപ്പന വന്നു, മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെയും അവരുടെ കൂടെ ഉള്ള ആളുകളെയും പ്രതിരോധിക്കാൻ വേണ്ടി കൽപ്പന വന്നു. തുടക്കത്തിലൊക്കെ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു തആലയുടെ കൂടെയുള്ള ആളുകള് വളരെ ചങ്കുറപ്പോടുകൂടി അവരുടെ കൂടെ നിന്നെങ്കിലും പിന്നീട് യസീദ് അങ്ങനെ അവരെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ എല്ലാവരെയും കുടുംബസമേതം ഞാൻ കൊന്നുകളയും എന്നുള്ള ഭീഷണികളൊക്കെ അവരുടെ പിന്നാലെ അയക്കുകയും ശേഷം ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കിരാതമായി മർദ്ദിക്കുകയും വധിക്കുകയും ചെയ്തു തുടങ്ങിയപ്പോൾ പതുക്കെ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കൂടിയിരുന്ന ബൈഅത്ത് ചെയ്ത ആളുകളൊക്കെ പിന്മാറാൻ തുടങ്ങി. പിന്മാറി അവസാനം ഭൂരിപക്ഷ ആളുകളും ഇല്ലാത്തതായി മാറി. അങ്ങനെ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു ഹാനി എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ അഭയം തേടുകയാണ് ചെയ്തത്. ഇതറിഞ്ഞ യസീദ്, ചുരുക്കി പറയാണ്, യസീദ് പട്ടാളക്കാരെ അങ്ങോട്ട് വിടുകയും മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെയും ഹാനിയെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും അവരെ വധിച്ചു കളയുകയും ചെയ്തു. വധിക്കുന്നതിന് മുന്നേ ആയിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന തന്റെ ആളോട് മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു കത്ത് തരാം, ആ കത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു എങ്ങനെയെങ്കിലും എത്തിക്കണം, അവരോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയണം, ഇവിടെ വിഷയം അനുകൂലമല്ല പ്രതികൂലമായിരിക്കുന്നു, ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതി വേറെ ആളെടുത്ത് കൊടുത്തയച്ചു. ഈ കത്തുമായി ആളവിടെ എത്തുന്നതിന് മുന്നേ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബക്കാരോടുകൂടി 80 അവരും 80 ആളുകളും കൂടി ഇങ്ങോട്ട് പുറപ്പെടുകയാണ് ചെയ്തത്. 80 എന്ന് പറയപ്പെടുന്നുണ്ട്, 72 എന്ന് പറയപ്പെടുന്നുണ്ട്. അവിടെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കത്തുമായിട്ട് അവരെത്തുന്നത്. അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ നിജസ്ഥിതികൾ അറിയാൻ വേണ്ടിയിട്ട് 2 പേരെ മുന്നേ പറഞ്ഞയച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഖൈസ് റളിയല്ലാഹു അൻഹുവിനെയും ബഹുമാനപ്പെട്ട അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെയും. 2 പേരെയും ഇബ്നു സിയാദ് വധിച്ചു കളഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ദുല്ല എന്നവരെ കൊട്ടാരത്തിന്റെ മുകളിൽ കൊണ്ടുപോയി താഴേക്കെറിഞ്ഞ് വധിച്ചു, കൊന്നുകളഞ്ഞു. മഹാനായ ഖൈസ് റളിയല്ലാഹു അൻഹു അവർ വധിച്ചു കളഞ്ഞു. ഇതൊന്നും അറിയാതെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു മുന്നേറുന്നത്. അങ്ങനെ വഴിയിൽ കുറെ പിന്നിട്ടതിനു ശേഷം മഹാനായ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ദൂതൻ എത്തി കത്ത് കൊടുക്കുകയും അവിടുത്തെ വിവരങ്ങൾ പറയുകയും ചെയ്തു. മുസ്ലിം റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളോട് അങ്ങനെ ഒരിക്കലും വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന്
നിങ്ങൾ തിരിച്ചു പോകണം, യാത്ര പുറപ്പെട്ടില്ലെങ്കിൽ പുറപ്പെടരുത്, ഇനി വന്നിട്ടുണ്ടെങ്കിൽ വഴിയിൽ തിരിച്ചു പോകണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൂടി ഇരുന്ന പലരും തീരുമാനമെടുത്തു തിരിച്ചു പോകാം. പക്ഷേ മുസ്ലിമിനെ അക്കൽ വലിയുള്ള സഹോദരങ്ങൾ ഒട്ടും സമ്മതിച്ചില്ല. അവരെല്ലാവരും പറഞ്ഞു, നമ്മളുടെ സഹോദരൻ വധിക്കപ്പെട്ടു, ഇബ്നു സിയാദ് അവരെ വധിച്ചു. അതുകൊണ്ട് തന്നെ സഹോദരന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യണം, ഒന്നുകിൽ അതിന് പ്രതികാരം ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സഹോദരൻ അങ്ങനെ ഷഹീദാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കും ഷഹീദാവാം എന്ന് പറഞ്ഞുകൊണ്ട് അവര് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അത് അവരുടെ കൂടെ നിന്നുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോയി. കുറച്ചാളുകൾ അവിടെ മടങ്ങി. അങ്ങനെ 72 ആളോട് കൂടിയിട്ടാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിലേക്ക് പോകുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു പകരം ചോദിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇബ്നു സിയാദ് സൈന്യത്തെ പറഞ്ഞയക്കുകയാണ്. 10,000-കണക്കിന് ആളുകളാണ് എന്നും പറയുന്നുണ്ട്, 1000-കണക്കിന് ആളുകൾ എന്നും പറയുന്നുണ്ട് ഇബ്നു സിയാദിന്റെ കൂടെയുള്ളത്. അവരെല്ലാവരും കൂടിയിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ദൂതരെ പറഞ്ഞയക്കുകയാണ്. വഴിയിൽ വെച്ചുകൊണ്ട് അവരെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യസീദിന്റെ ഭാഗത്ത് നിന്നാണ്, ഒന്നുകിൽ നിങ്ങൾ യസീദിനെ ബൈഅത്ത് ചെയ്യണം, അതല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകും. യസീദിന് ബൈഅത്ത് ചെയ്യൽ നിർബന്ധമാണ്, അതല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകും. ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്നുള്ള വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരാളും അവർക്ക് അനുകൂലമില്ല എന്നും പൂർണ്ണമായ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നും യുദ്ധം ചെയ്തത് കൊണ്ടോ മറ്റോ ഒരു കാര്യമില്ല എന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹു വ്യക്തമായിട്ട് അറിയാം. യസീദുമായി ബൈഅത്ത് ചെയ്യണമെന്ന് ഇബ്നു സിയാദിന്റെ ആ കൽപ്പന ഹുസൈൻ റളിയല്ലാഹു അൻഹു തള്ളിക്കളഞ്ഞു. ഇല്ല, ഒരിക്കലും ബൈഅത്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ ബൈഅത്ത് ചെയ്യില്ല. അല്ലാഹു തആലക്ക് എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീഅത്തിനെ കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ബൈഅത്ത് ചെയ്തുകൊണ്ട് അയാൾ അനുസരിക്കാൻ എനിക്ക് സാധ്യത. അതുകൊണ്ട് എന്നെ ഒഴിവാക്കി തരണം, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ബൈഅത്ത് ചെയ്യില്ല, ഞങ്ങൾ തിരിച്ചു പോവാം. കാരണം ബൈഅത്ത് മറ്റ് ജനങ്ങളെല്ലാം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വീകരിക്കുമെന്നും ജനങ്ങളെല്ലാം അവരുടെ കൂടെയുണ്ടും, ജനങ്ങൾക്ക് അവർക്ക് വേണ്ടിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു വരുന്നത്. അപ്പൊ ജനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും യസീദിന്റെ ആളുകളായി കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ പിന്നെ ഇപ്പൊ ഞങ്ങൾ പോയതിന് അർത്ഥമൊന്നുമില്ല. അപ്പോ ഞാൻ ഒന്നില്ലെങ്കിൽ അയൽ നാട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകാം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. ആ വിവരം ഇബ്നു സിയാദ് പറഞ്ഞു, ഏതായാലും നമ്മളെ ഉള്ളിലെത്തി, നമ്മളെ കയ്യിൽ എത്തിയിട്ടുണ്ട്, വിട്ടുപോടാം, ഇനി കൈവിട്ടു പോകാൻ പറ്റില്ല, നിർബന്ധമായി പ്രതിജ്ഞ ചെയ്യിപ്പിക്കണം. അങ്ങനെ യുദ്ധത്തിന് പോക്കുകൂട്ടുക ചെയ്തത്. മുഹറം 7-നാണ് ഇബ്നു സിയാദിന്റെ സൈന്യവുമായിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുന്നത്. ഇബ്നു സിയാദ് ആവട്ടെ അവിടെയുള്ള യൂഫ്രട്ടീസ് നദി, അവിടെ ഉണ്ടായിരുന്ന വെള്ളം കുടിക്കാനുള്ള ദാഹജലം കിട്ടുന്ന നദിയൊന്നാം ഉപരോധിച്ചു. എത്രയോ സൈന്യങ്ങളുമായി ഉപരോധിച്ചു. ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പാടില്ല, ഭക്ഷണം കൊടുക്കാൻ പാടില്ല, അങ്ങനെ ഉപരോധിച്ചു. വെള്ളം കിട്ടാതെ അവരങ്ങ് ശക്തി ക്ഷയിച്ചവരായി മാറട്ടെ എന്നുള്ളത്. വീട്ടിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തമ്പിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. വെള്ളം കിട്ടാതെ എല്ലാവരും പ്രയാസപ്പെട്ടു. അവസാനം തന്റെ ചെറിയ കുഞ്ഞിന് ഇങ്ങനെ വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞപ്പോൾ അവരുടെ മാതാവ് അവരുടെ നാവ് കുട്ടിയുടെ ചുണ്ടിലിട്ട് കൊടുത്തു, വായിലിട്ട് കൊടുത്തു. മാതാവിന്റെ വായിൽ നിന്നും വെള്ളം കുടിക്കാത്തത് കാരണത്താൽ ആ നനവ് നീങ്ങിയപ്പോൾ, മരം പോലെ ആയപ്പോൾ ആ കുട്ടിക്ക് അതിലും വെള്ളം കിട്ടാതായപ്പോൾ
പ്രാണവേദനയോടുകൂടിയിരിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് അവരിൽ നിന്ന് വെള്ളം കിട്ടുമെന്നുള്ള നിലക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ കുട്ടിയുമായിട്ട് മൈതാനത്തേക്ക് പോവുക. ആ കുട്ടിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കുട്ടി നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ, കുട്ടിക്കെങ്കിലും വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ശത്രുഭാഗത്തു നിന്നും ക്രൂരമായ ഷമ്മറിന്റെ അമ്പാണ് കുട്ടിയുടെ വായിലേക്ക് പതിച്ചു. വെള്ളത്തിന് പകരം അവർ ആ കുട്ടിയുടെ വായിലേക്ക്, പരിശുദ്ധമായ വായിലേക്ക് അമ്പെയ്തു. മുലപ്പാല് കുടിക്കുന്ന കുട്ടിയുടെ വായിലേക്ക് അമ്പെയ്തു. ആ കുട്ടി അവിടെ രക്തം പുറത്തേക്ക് വന്ന് ഷഹീദാവുകയാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന ആ രക്തം ആകാശത്തേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഖദാ കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ ഈ പുണ്യമായ മയ്യത്തുമായി, പരിശുദ്ധമായ ശരീരവുമായി അവരുടെ തമ്പിലേക്ക് പോയപ്പോൾ സ്ത്രീകളെല്ലാം കരയാൻ തുടങ്ങി. ഹുസൈൻ റളിയല്ലാഹു അൻഹു, ക്ഷമിക്കുക, അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കുക, നമ്മൾ അഹ്ലു ബൈത്ത് മുത്തനബിയുടെ അഹ്ലുകാരാണ്, നമ്മളിങ്ങനെ അക്ഷമ കാണിക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വന്ന ഓരോരുത്തരും യുദ്ധത്തിൽ ഓരോരുത്തരെയും അവർ ഷഹീദാക്കാൻ തുടങ്ങി. അങ്ങനെ ഷഹീദായി 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 തന്റെ മകനും ഷഹീദായി. മഹാനായ സയ്യിദുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു അന്ന് പനി പിടിച്ചത് കാരണത്താൽ അവര് യുദ്ധത്തിന് പോയില്ല. അതുകൊണ്ട് അവർ മാത്രം ബാക്കിയായി. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖൈമയിൽ നിന്നും യുദ്ധരംഗത്തേക്ക് പുറപ്പെടുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ ധരിച്ച ആ തലപ്പാവ്, ആ തലയുടെ അങ്കി ധരിച്ചു, തലയിൽ ധരിക്കുന്ന അങ്കി ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന പടയങ്കി ധരിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു വേഷം ധരിച്ചുകൊണ്ട് ദുൽദുൽ കുതിരപ്പുറത്ത് കയറി തന്റെ ഉപ്പയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ദുൽഫുഖാർ വാൾ കയ്യിലേന്തിക്കൊണ്ട് മഹാനവറുകൾ കർബലയുടെ യുദ്ധക്കളത്തിലേക്ക് പോകും. മഹാനവറുകൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പടയങ്കികളെല്ലാം ധരിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഇബ്നു സിയാദിന്റെ സൈന്യത്തിലുള്ള പല പ്രമുഖരും പല ആളുകളും ഇതാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു വാവിട്ടുകൊണ്ട് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് അവർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. ഹുസൈൻ റളിയല്ലാഹു അൻഹു വരവ് കണ്ടപ്പോൾ അവർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കാണുകയാണ്. മുത്തുനബിയെ ഓർമ്മയായി, എന്തൊരു അപരാധമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ബോധം അവർക്ക് തിരിച്ചു കിട്ടി. അവർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു, അവർ പുറത്തേക്ക് പോയി. ബാക്കിയുള്ളവരുമായി യുദ്ധം ചെയ്തു, ധീരമായി പോരാടിക്കൊണ്ട് അവസാനം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവിടെ വീഴുകയാണ് പടക്കളത്തിൽ. എത്രയോ അമ്പുകളേറ്റുകൊണ്ട് പടക്കളത്തിൽ വീണു. ശത്രു വന്നുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവസാനമായി ചോദിച്ചത്, എനിക്കൊന്ന് സുജൂദ് ചെയ്യണം, അല്ലാഹുവിൽ എനിക്ക് സുജൂദ് ചെയ്യണം. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്യുകയാണ്. മഹാനായ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്തിട്ട് ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിക്കാൻ തുടങ്ങി. സുജൂദിന് ശേഷം പുഞ്ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ശത്രു ചോദിച്ചു, യാ ഹുസൈൻ, ഏത് സന്ദർഭത്തിലാണ് നിങ്ങൾ ഈ പുഞ്ചിരിക്കുന്നത്? അടുത്ത് തന്നെ നിങ്ങൾ തല മുറിക്കാൻ പോവുകയാണ്, അറുക്കാൻ പോവുകയാണ്. നിങ്ങളെ വധിക്കാനാണ് ഇബ്നു സിയാദിന്റെ ഓർഡർ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളെ വധിക്കാൻ പോകുമ്പോൾ ഈ വാളിന്റെ മുന്നിലാണ് നിങ്ങൾ പുഞ്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഷഹീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുഷ്ടായ മനുഷ്യ, നീചനായ മനുഷ്യ, ഞാൻ പുഞ്ചിരിക്കുന്നത് സുജൂദിൽ നിന്ന് തലയുയർത്തിയപ്പോൾ ഇതാ ഞാൻ കാണുന്നത് എന്റെ ഉപ്പാപ്പയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്.
എന്റെ ഉപ്പയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഞാൻ കാണുകയാണ്, എന്റെ സഹോദരനായ ഹസൻ റളിയല്ലാഹു അൻഹു കാണുകയാണ്, എന്റെ ഉമ്മയായ ഫാത്തിമത്തു സഹറായിനെ കാണുകയാണ് റളിയല്ലാഹു തആല. അവരെന്നോട് പറയുന്നു, ഹുസൈൻ ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക എന്ന് അവരെന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിലല്ലാതെ എനിക്കേറ്റവും ഉറ്റവരും ഉടയവരുമായ, എനിക്കേറ്റവും സ്നേഹപാത്രരായ ഈ മഹാന്മാരെ കണ്ടിട്ടല്ലാതെ ഇനി എപ്പോഴാണ് ഞാൻ പുഞ്ചിരിക്കേണ്ടത്? ഏതായാലും ആ കിരാത് മഹാനായ സയ്യിദുന ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദാക്കുകയും വളരെ മോശമായ രീതിയിൽ അവരുടെ ശിരസ്സുമായിട്ട് അവർ യസീദിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. അവരുടെ കുടുംബത്തെയും നടത്തിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അഹ്ലുൽ ബൈത്തിന്റെ ദയനീയമായ ആ വരവ് കണ്ടിട്ട് മുത്തുനബിയുടെ കൂട്ടുകുടുംബാദികളെ അവർ നിന്ദ്യമായ രീതിയിൽ നടത്തിക്കുന്നത് കണ്ടിട്ട് ജനങ്ങളെല്ലാം വാവിട്ട് കരയാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ യസീദ് പോലും പിന്നീട് ആ ചെയ്തതിൽ അവൻ ഞാനല്ല തെറ്റുകാരൻ, ഇബ്നു സിയാദാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു സിയാദിന്റെ മേലിട്ട് അവർ ഒഴിയുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹു വധിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, നല്ല രീതിയിൽ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായം പറഞ്ഞു ഒഴിവാകുകയാണ് യസീദ് ചെയ്തത്. പിന്നീട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തെ, മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തെ മാന്യമായ രീതിയിൽ തന്നെ അവരെ എല്ലാവിധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് യസീദ് തിരിച്ചയക്കുകയാണ് ചെയ്തത്. സഹോദരങ്ങൾ, ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മഹാനായ നമ്മുടെ നേതാവായ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായ ഈ വിധത്തിൽ ഷഹീദായിട്ടില്ല എങ്കിൽ, ഈ വിധത്തിൽ അവിടെ അള്ളാന്റെ മാർഗത്തിലേക്കായി പുറപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ചിലപ്പോൾ നമുക്ക് ഈ വിധത്തിൽ ദീനിനെ നമുക്ക് ഉൾക്കൊണ്ട് ജീവിക്കാൻ, പ്രായോഗികൾക്ക് ജീവിക്കാൻ സാധ്യമാവുക. ദീനിന്റെ ശരീഅത്തിന്റെ അടയാളങ്ങളെല്ലാം ഇല്ലാതായി പോയിട്ടുണ്ടായി. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് യസീദ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മോശമായ രീതിയിലായി. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ആവാൻ പറ്റില്ല, എന്റെ ഉപ്പാപ്പ ഇവിടെ കൊണ്ടുവന്ന ദീന്, അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ കൊണ്ടുവന്ന ദീൻ ഇവിടെ നിൽക്കണം, നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ ഈ ഭരണാധികാരിക്ക് ഞാൻ ഒരു നിലക്കും പ്രതിജ്ഞ ചെയ്യില്ല, ഒരു നിലക്കും ഞാൻ ഇവർക്ക് ഖലീഫയായി അംഗീകരിക്കുകയാണ്. അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു അസത്യത്തെ അംഗീകരിച്ചവനായി ഞാൻ മാറും. എല്ലാവരും മുത്തുനബിയുടെ പേരക്കുട്ടിയല്ലേ ഇവരതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അത് വലിയൊരു കാരണമാക്കി മാറ്റി എല്ലാവരും ഈ അനീതിക്കും അക്രമത്തിനെയും എല്ലാവരും അംഗീകരിക്കുന്ന അവസ്ഥയായിട്ട്. എന്നാൽ അന്ന് അത് അംഗീകരിക്കാതെ തല കൊടുത്തു, കൈ കൊടുത്തില്ല ബൈഅത്തിന്. അത് കാരണത്താൽ എന്താ ഉണ്ടായത്? ജനങ്ങളുടെ മനസ്സാകെ മാറ്റിമറിയപ്പെട്ടു. മാത്രമല്ല പിന്നീട് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി യസീദിന് എതിരെ അവരെല്ലാവരും കൂടി വന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അവരുടെ കുടുംബത്തെയും ആരെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചുവോ, ആരെല്ലാം മർദ്ദിച്ചുവോ, ആരെല്ലാം അവർക്കെതിരെ യുദ്ധം ചെയ്തുവോ, അതിന് നേതൃത്വം വഹിച്ചുവോ, ഏതെല്ലാം അഹ്ലുൽ ബൈത്തിന്റെ മഹാന്മാരെ ഏതെല്ലാം വ്യക്തികളാണോ വധിച്ചത് അവരെ എല്ലാം തെരഞ്ഞു പിടിച്ച് മഹാന്മാരായ താബിഈങ്ങളിൽപ്പെട്ടവരും എല്ലാവരും കൂടി അതിന് മറുപടി കൊടുത്തു. യസീദിന്റെ ഭരണം തന്നെ ഇല്ലാതായി പോയി. ഇബ്നു സിയാദിനെ നശിപ്പിച്ചു, യസീദിനെ നശിപ്പിച്ചു, എല്ലാം ഇല്ലാതായി പോയി. അവിടെ പിന്നീട് ശരീഅത്തിന്റെ ഭരണം വന്നു, അഹ്ലുൽ ബൈത്തിന്റെ ഭരണം വന്നു, ഈമാനിന്റെ ഭരണം വന്നു. ഇസ്ലാമിന്റെ ആദർശങ്ങളും ആശയങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭരണാധികാരികൾ പിന്നീട് അവിടെ. അൽഹംദുലില്ലാ, അതുകൊണ്ടാണ് മഹാനായ ഖാജ റളിയല്ലാഹു തആല അൻഹു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പാടിയത്. മഹാനായ സുൽത്താൻ ഹിന്ദ് ഖാജ മുഈൻ ചിശ്തി റഹ്മത്തുള്ളാഹി
ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഷാഹസ്തു ഹുസൈൻ, ബാദ്ഷാഹസ്തു ഹുസൈൻ, ദീനസ്തു ഹുസൈൻ, ദീൻ പനാഹസ്തു ഹുസൈൻ, സർദാർ നദാദ് ദസ്ത് ദർദസ്ത് യസീദ് ഹഖാക ബിനാ ലാ ഇലാഹ അസ്തു ഹുസൈൻ എന്ന് മഹാനായ ഖാജ റളിയല്ലാഹു എന്താ പറഞ്ഞത്? എന്താണ് മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഷാ അസ്തു ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു നേതാവ്. ബാദ്ഷാഹസ്തു ഹുസൈൻ, ഹുസൈൻ അല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹു രാജാവ്. ദീനസ്തു ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു ദീനാണ്, മതമാണ്, ഇസ്ലാമാണ്. ദീൻ പനാഅസ്തു ഹുസൈൻ, ദീന് മതം ഹുസൈൻ റളിയല്ലാഹു അൻഹു അഭയമായി മാറി. ഹുസൈൻ റളിയല്ലാഹു അൻഹു ദീനിന്റെ അഭയകേന്ദ്രമായി മാറി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനാണ് ദീൻ അഭയം പ്രാപിച്ചത്. അവരെ കൊണ്ടാണ് പിന്നീട് ദീന് നിലനിന്നത്. മഹാനവറുകള് തല കൊടുത്തു, അവർ കൈ കൊടുത്തില്ല. ദർദത്ത് യസീദ്, യസീദിന്റെ കൈക്കൊരിക്കലും അവർ അവരുടെ കൈ കൊടുത്തില്ല. ഹഖാക ബിനാ ലാ ഇലാഹ അസ്തു ഹുസൈൻ, യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹയെ പൂർണ്ണമായിട്ട് നമുക്ക് കാണിച്ചു തന്നവരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. അൽഹംദുലില്ലാഹ്, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ദീനിനു വേണ്ടി, അല്ലാഹുവിനു വേണ്ടി അവരുടെ ജീവൻ ബലിയർപ്പിച്ചു. അവരുടെ കുടുംബം, അവരുടെ കുഞ്ഞുങ്ങള് എല്ലാം ഒരു ഭാഗത്തുണ്ട്. യസീദിനെ എങ്ങാനും കൈ കൊടുക്കുകയാണെങ്കിൽ മഹാനവറുകൾക്ക് ഇസ്സത്ത് ലഭിക്കുന്നു മാത്രമല്ല, എല്ലാവിധമായ ആനുകൂല്യങ്ങളും സുഖസമ്പൂർണമായിട്ട് ജീവിക്കാനുള്ള എല്ലാം യസീദ് കൊടുക്കുമായി. അത് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയും, ഒന്ന് കൈ കൊടുത്താൽ മതി, എല്ലാം കിട്ടും. ഈ ദുനിയാവും കിട്ടും, എല്ലാ സമ്പത്തും കിട്ടും, തനിക്കും തന്റെ കുടുംബം തലമുറകളും കൊടുക്കാനുള്ള എല്ലാം ലഭിക്കും. ആ വിധത്തിൽ യസീദ് കൊടുക്കാൻ തയ്യാറാണ്. കാരണം യസീദിന് ഭരണമല്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചവരോട് മാറി നിന്നാൽ മതി, എല്ലാം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു ദുനിയാവിന്റെ ആളുകൾ. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠമത, ഒരു ഭാഗത്ത് ദുനിയാവിനെ ആഗ്രഹിച്ചുകൊണ്ട്, സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഒരു വിഭാഗം, മറുഭാഗത്ത് ഈ സ്ഥാനമാനങ്ങളെയും ഈ ദുനിയാവിന്റെ സുഖങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ദീന് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ദീന് നിലനിൽപ്പിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന മറുവിഭാഗം. നമ്മൾ ഇതിൽ ഏതാണെന്ന് നോക്കണം. അത് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഈ വിഷയം പ്രധാനമായി നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ ചില ആളുകൾ വിചാരിക്കും, എന്തിനാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഉസ്താദ് ഇങ്ങനെ ചരിത്രം പറയുന്നത്? ഇതിനേക്കാൾ ഉഷാറായിട്ട് ചരിത്രം പറയാൻ നല്ല വയലന്മാരുണ്ട്, ശരിക്കും ചരിത്രം വളരെ രസകരമായി പറയുന്നവരുണ്ട്. ഉസ്താദ് ഇങ്ങനെ പ്രയാസപ്പെട്ടിട്ട് ഇത് പറയേണ്ട കാര്യമുണ്ട്. രണ്ട് കാര്യമാണ് നമ്മൾ പറയാമോ. ഒന്ന്, അഹ്ലു ബൈത്തിനെ എപ്പോഴും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും. അഹ്ലു ബൈത്തിനെ നമ്മൾ ആദരിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ സഹായം നമ്മളെ കൂടെയുണ്ട്. അഹ്ലു ബൈത്തിനെ ആദരിക്കാനും ബഹുമാനിക്കാനും, അഹ്ലു ബൈത്ത് ദീനോട് കൂടിയിട്ട് അഹ്ലു ബൈത്ത് നമ്മുടെ മുന്നിൽ വരുമ്പോൾ അവരെ നമ്മുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനും ആര് ശ്രമിക്കുന്നുവോ അവരാണ് യഥാർത്ഥ ദീനിന്റെ അഹ്ലുകൾ. അതേ സ്ഥാനത്ത് പരിശുദ്ധമായ ദീനുമായ അഹ്ലു ബൈത്ത് വരുമ്പോൾ മറുഭാഗത്ത് സ്ഥാനമാനങ്ങളും സമ്പത്തും ദീനില്ലാത്ത ആളുകളിൽ നിന്ന് ലഭിക്കുമ്പോൾ അഹ്ലു ബൈത്തിനെ നിന്ദിച്ചുകൊണ്ടും അവരെ അനുസരിക്കാതെ കണ്ടു അവരെ തന്നെ നേതൃത്വത്തിന്റെ മുന്നിൽ നിന്ന് മാറ്റിക്കൊണ്ടു ഈ ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട്, സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അഹ്ലു ബൈത്തിനെ നിന്ദിച്ചു എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള ആളുകളുടെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ യസീദിന്റെ അതേ പണിയാണ് ചെയ്യുന്നത്. യസീദിനെ പിൻപറ്റിക്കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു എതിരായി പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം.
മൻ റകിബ നജ. അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്. അഹ്ലു ബൈത്തിന്റെ നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. അഹ്ലു ബൈത്ത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. മൻ റകിബ നജ. ആരതിൽ കയറി അവർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ഹദീസ്, ആ ആപ്തവാക്യം നമ്മൾ മനസ്സിലാക്കി. ഒരിക്കലും അഹ്ലു ബൈത്തിനെ നമ്മൾ വെറുക്കരുത്. അവര് തെറ്റു ചെയ്യുമ്പോൾ ആ തെറ്റിനെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അവര് തിന്മയിലേക്ക് നയിക്കുമ്പോൾ തിന്മയെ അംഗീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവരെ അംഗീകരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഇഷ്ടമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആദരിച്ചവരെ അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടമാണ്. അവർക്ക് എതിരായി പ്രവർത്തിക്കുന്നവർ, അവരെ പ്രയാസമെത്തിക്കുന്നവർ, അഹ്ലു ബൈത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ, അഹ്ലു ബൈത്തിന് പ്രയാസങ്ങൾ എത്തിക്കുന്നവർ, ബുദ്ധിമുട്ടെത്തിക്കുന്നവർ, അവരെ അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടം. ഇവിടെ ആരാണോ ദുനിയാവിന്റെ മഹബത്തിലേക്ക് പോകാതെ, ദുനിയാവിനെ വലുതായി കാണാതെ, സ്ഥാനമാനങ്ങളെ വലുതായി കാണാതെ, തന്റെ നഫ്സിന്റെ ഇച്ഛകളുടെ താല്പര്യങ്ങളെ വലുതായി കാണാതെ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ ദീനിനെയും വലുതായി കണ്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഏത് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടാലും, ഏത് സമ്പത്ത് നഷ്ടപ്പെട്ടാലും, ഏത് ജോലി നഷ്ടപ്പെട്ടാലും, ഏതവരുടെ ഭരണാധികാരികളുടെ മുന്നിൽ അംഗീകാരം നഷ്ടപ്പെട്ടാലും ശരി, എന്റെ ദീന് കളയാൻ ഞാൻ തയ്യാറല്ല, എന്റെ ദീന് കളയാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ വരച്ചു തന്ന ആ മാതൃകയിൽ, ആ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടോ അവരെല്ലാം ഹുസൈനുള്ള ആളുകളാണ്, അവരെല്ലാം ഹുസൈനികളാണ്. എന്നാൽ ദീനിനേക്കാൾ വലുത് ദുനിയാവാണ്, ചില്ലിക്കാശുകളാണ്, എന്റെ ജോലിയാണ്, എന്റെ ഇച്ഛകളുടെ താല്പര്യമാണ്, എനിക്ക് കിട്ടേണ്ട സ്ഥാനമാനങ്ങളും പദവികളുമാണ്, എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള സമ്പത്താണ്, ഇവിടെയുള്ള സുഖമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ അവരെല്ലാം യസീദികളാണ്. ഒരു ഘട്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പണം നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവർ ദീൻ ഒഴിവാക്കുന്നത് മാത്രമല്ല, ദീനിന്റെ നേതാക്കന്മാരെ ഉറ്റിക്കൊടുക്കാൻ, ശത്രുക്കൾ കുറ്റിക്കൊടുക്കാൻ തയ്യാറാവും. നേതാക്കന്മാരെ വധിക്കാൻ വരെ വേണമെങ്കിൽ അവർ തയ്യാറാവും. അവരെ പരിഹസിക്കാൻ തയ്യാറാവും, അവരെ കളിയാക്കാൻ തയ്യാറാവും. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മൾ എവിടെയാണ്? ഒരു ഭാഗത്ത് നമ്മൾക്ക് ദീനിന്റെ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ വരികയാണ്, ഒരു ഭാഗത്ത് ദുനിയാവിന്റെ കാര്യങ്ങൾ വരികയാണ്. രണ്ടും എതിരായിട്ട് നിൽക്കുകയാണ്. ഈ ദുനിയാവിന്റെ ഈ സുഖം, ഈ ദുനിയാവിലുള്ള ഈ സ്ഥാനം, അല്ലെങ്കിൽ ഈ പണം, അല്ലെങ്കിൽ ഈ ജോലി ഞാൻ നേടുകയാണെങ്കിൽ എനിക്ക് ദീനിൽ പലതും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നിസ്കാരം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള ദീനിന്റെ നല്ല നല്ല മജ്‌ലിസുകൾ, നല്ല സദസ്സുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, പല മഹാന്മാരെയും മശായിഖന്മാരെയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിൽ നമ്മൾ ഏതിനെ തിരഞ്ഞെടുക്കും? ഈ പണവും ഈ സമ്പത്തും അല്ലെങ്കിൽ ഈ ജോലിയും അല്ലെങ്കിൽ ഈ ദുനിയാവിന്റെ കാര്യങ്ങളും ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ദീനായിരിക്കും, എനിക്ക് കിട്ടുന്ന നിസ്കാരമായിരിക്കും, എനിക്ക് കിട്ടുന്ന നല്ല നല്ല സദസ്സുകളായിരിക്കും, എനിക്ക് കിട്ടുന്ന അള്ളാന്റെ ഔലിയാക്കളായിരിക്കും, ആരിഫ്യങ്ങളായിരിക്കും, പണ്ഡിതന്മാരുടെയും മശായിഖന്മാരുടെ പൊരുത്തമായിരിക്കും, മുക്തിയുടെ ഇഷ്ടമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവർ ഹുസൈനിയാണ് എന്ന് മാത്രമല്ല, അവനാണ് അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ. അള്ളാഹു താല അത്രക്കാര്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ഏത് രംഗത്തും ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, തീർച്ചയായും എന്റെ നിസ്കാരവും എന്റെ ബലിയർപ്പണങ്ങളും എന്റെ സൽക്കർമ്മങ്ങളും എന്റെ ജീവിതവും മരണവും റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് എന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ടെല്ലാം ബലിയർപ്പിക്കാൻ തയ്യാറാവുകയും പണമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും സമയമാണെങ്കിലും എല്ലാം അള്ളാഹിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലുത്, മുത്തുനബിയാണ് എന്റെ സ്നേഹപാത്രം, എന്റെ മഹബൂബ് മുത്തുനബിയാണ്, എന്റെ മഖ്സൂദ് അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം നയിക്കാൻ തയ്യാറാണ്. നമുക്ക് ഏറ്റവും ഈ മുഹറം, ഈ കർബല ഷഹാദത്ത് ഇതിൽ നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠമാണ്. ഏത് രംഗത്തും ദീനിൽ ഉറച്ചു നിൽക്കുന്നു. ഈമാൻ കൈവിടാൻ പാടില്ല, ഈമാൻ ഒരു നിലക്കും കൈവിടാൻ പാടില്ല. അത്ര ആളുകൾ പരിഹസിച്ചാൽ, ആരെതിർത്താൽ,
ആരാക്രമിച്ചാൽ എനിക്ക് എന്റെ അള്ളയുണ്ട്, എനിക്ക് എന്റെ റസൂലുണ്ട്, എന്റെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ്. അതിനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാനൊരു മുസ്ലിമാണ്, എപ്പോഴും ഞാനൊരു മുസ്ലിമാണ്, അന്നും ഇന്നും എന്നും. എന്റെ ആദ്യവും എന്റെ അവസാനവും എന്റെ ഈ നിമിഷങ്ങളും എല്ലാം ഞാൻ മുസ്ലിമാണ് എന്നുള്ള ആ ഒരു യഖീനോട് കൂടിയിട്ട് അള്ളാഹുവിന്റെ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഔദാര്യമായ ഈമാൻ നമുക്ക് നൽകട്ടെ. ഏത് പ്രതിസന്ധിയിലും തളരാതെ അള്ളാഹു തആലയുടെ മാർഗ്ഗത്തിൽ മുന്നേറാൻ തൗഫീഖ് നൽകട്ടെ. ഏത് ദാരിദ്ര്യം വന്നാലും ആ ദാരിദ്ര്യം ഇന്നാലിന്ന ഹറാമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇന്നാലിന്ന അള്ളാഹു ഹറാമാക്കിയ ജോലി ചെയ്താൽ ഈ ദാരിദ്ര്യം മാറും. അതല്ലാതെ വേറെ മാർഗമില്ല എങ്കിലും എനിക്ക് എന്റെ ദാരിദ്ര്യമാണ് ആ ജോലിയേക്കാൾ എനിക്ക് നല്ലത്. അള്ളാഹു നിഷിദ്ധമാക്കിയ ആഹാരത്തെക്കാൾ പണത്തേക്കാൾ നല്ലത് എനിക്ക് എന്റെ ഈ ദാരിദ്ര്യമാണ്. ഞാൻ ദരിദ്രനായി മരിച്ചോട്ടെ, എന്നാൽ എനിക്ക് ആ പണം വേണ്ട, ആ നിഷിദ്ധമായ പണം വേണ്ട, ആ പലിശയുടെ പണം വേണ്ട. അള്ളാഹു ഹറാമാക്കി ഒന്നും എനിക്ക് വേണ്ട. അതുകൊണ്ട് എനിക്ക് സമ്പാദിക്കണ്ട, എന്റെ ദേഹം വിറ്റ് സമ്പാദിക്കണ്ട, എന്റെ കുട്ടികളെ, എന്റെ സന്താനങ്ങളെ അള്ളാഹുവിന്റെ ദീനിനെ എതിരാക്കിക്കൊണ്ട് എനിക്കൊന്നും സമ്പാദിക്കണ്ട. എന്റെ ഭാര്യയെ അള്ളാഹു ഹറാമാക്കിയ വിധത്തിൽ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട, ഒരാളുടെ ഇഷ്ടവും വേണ്ട, ഒരു സ്ഥലത്ത് പദവിയും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വഅഫു അന്നാ യാ കരീം വഗ്ഫിർ ലനാ യാ റഹീം അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുവേ, ഞങ്ങളെ നീ അഹ്ലു ബൈത്തിനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. മുത്തുനബിയുടെ ഈമാനും മഹബത്തും അഖീദത്തും വർദ്ധിപ്പിച്ചു തരണമേ. അല്ലാഹു നീ തൃപ്തിപ്പെടുന്ന ജീവിച്ചു മരിക്കണ തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ മശായിഖുമാരുടെ ദറജാത്തുകൾ നാളെ വർദ്ധനമേ. ഞങ്ങളുടെ ഉസ്താദന്മാരും മശായിഖുമാരും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാദികൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും നീ തൃപ്തിപ്പെട്ട നിലയിൽ ആരോഗ്യത്തിൽ ദീർഘായുസ് നൽകണമേ. ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഇസ്ലാമിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തണമേ. അവർക്ക് എതിരിൽ മുസ്ലിം ഉമ്മത്തിന് വിജയം നൽകണമേ, ഇസ്സത്ത് നൽകണമേ. ഞങ്ങൾക്ക് നീ കൊടുത്തു തരണമേ. ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بجاه سيدنا نبينا مصطفى محمد رسول الله صلى الله عليه وسلم وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله وصحبه سبحان ربك رب العزه عما يصفون وسلام على المرسلين الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.